المعيد وهو الغفور الودود صلى الله عليه وسلم. قال رسول الله صلى الله عليه وسلم من سلك طريقا يلتمس فيه علما سهل الله له طريقا إلى الجنة. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ മഹത്തായ സദസ്സിൽ മുഹമ്മദ് ഹാജി, ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന SKMMയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിമാരുമായ അഡ്വക്കേറ്റ് നാസർ കാളുമാർ സാഹിബ്, മഞ്ജു വേദിക കോർഷകരായ സുഫാജി കാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് SKMMA, റിയാസ് മംഗലശ്ശേരി ജില്ലാ SKMMA, മുഹമ്മദ് അഹമ്മദ് സാഹിബ് സെക്രട്ടറി SKMMA മേഖല, ഹിബത്തുള്ള മാരായമംഗലം മാനേജ്മെന്റ് സെക്രട്ടറി മാരായമംഗലം റൈസ്, ഉമർ ഹാജി പ്രസിഡന്റ് നെല്ലായ മഹല് തുടങ്ങിയ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ മദ്രസ ഉസ്താദുമാരുടെയും പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വമാണ്. നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഇന്ന് ലയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ സദസ്യർ മാറിയതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹികളും അതിന്റെ മുഖ്യ സംഘാടകരുമാണല്ലോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിൽ തന്നെ വളരെയധികം സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾ മാത്രമേ ഇവിടെ പങ്കെടുക്കുന്നുള്ളൂ എന്നതിനാൽ ഉത്തരവാദിത്വം കൂടുതലാണ് ഈ സദസ്യർക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മദ്രസ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ധാരാളം ഫോണുകളിൽ നിന്ന് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. എല്ലാ ചോദ്യങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അവരുടെ ആ പുകമറയെല്ലാം നീക്കിക്കൊണ്ട് കഴിഞ്ഞ നവംബർ 2024 നവംബർ 5 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നമ്മുടെ മദ്രസ ബോർഡുകളോ മദ്രസ പ്രസ്ഥാനമോ മദ്രസ പഠനമോ ഭരണഘടനാ വിരുദ്ധമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വിധി, നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ്. ആ വിധി വിധിച്ച ഒരു സന്ദർഭം കൂടിയാണ് കഴിഞ്ഞ മാസം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മതപഠനവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നും അകത്തുനിന്നും പല വിമർശനങ്ങളും വരുന്നതിൽ വളരെ പ്രധാനമായ ഒരു കാര്യം, ശത്രുക്കളാകുമ്പോൾ അവർ പറയുന്നതിന്റെ രീതി വേറെ രീതിയിലായിരിക്കും. അതായത് മതപഠനം കൊണ്ട് ഭൗതികമായ പഠനത്തിന് തടസ്സമാണ്, മതപഠനം നടത്തുന്നവർക്ക് ഭൗതിക പഠനം ലഭ്യമല്ല, ലഭിക്കുന്നില്ല, അത് നിഷേധിക്കപ്പെടുകയാണ് എന്ന് പറയും. ഉള്ളിലുള്ള ആളുകളായ നമ്മളും നമ്മുടെ രക്ഷിതാക്കളുമായ ആളുകളെങ്കിലും പറയും ഭൗതികമായ പഠനത്തിന് സമയം കിട്ടി വരുന്നില്ല, അതുകൊണ്ട് വേണ്ടതൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ സമയത്താന്നുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ് എന്നുള്ള രീതിയിൽ നല്ല നൈസായിട്ടാണ്. എന്നാൽ ഈ രണ്ട് വാദഗതികൾക്കും യാഥാർത്ഥ്യങ്ങളുടെ പിൻബലമില്ല എന്നുള്ളത് നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്, ഒരിക്കലും നമ്മുടെ മദ്രസകളോ ഇനി ഉത്തരേന്ത്യയിലുള്ള മദ്രസകളാണെങ്കിൽ പോലും അവകളൊന്നും ഭൗതികമായ പഠനത്തിന് തടസ്സം നിന്നിട്ടുമില്ല. എന്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഒന്ന് ആവർത്തിക്കാം. മറ്റൊരു സന്ദർഭത്തിൽ ഞാനൊരു പൊതുപരിപാടിയിൽ, രാഷ്ട്രീയ പരിപാടിയുടെ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ഞാൻ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. മതപഠനത്തിന് എങ്ങനെയാണ് ഭൗതിക പഠനത്തിന് തടസ്സമാവുന്നത്, എങ്ങനെയാണ് മതപഠനം? ഒരിക്കലുമല്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചെർപ്പളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാകെയുള്ള നമ്മുടെ ഞാൻ കൂടി പഠിച്ചിട്ടുണ്ടാകുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും അവിടെ പഠിച്ചിട്ടുണ്ടാകും. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ, ആ ചെർപ്പളശ്ശേരി ഹൈസ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ 2ാം വർഷ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലാസ്, ബയോളജി സയൻസിലെ ക്ലാസ്സിൽ 60 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളിൽ 2 ബ്രാഞ്ചാണ്. ഡയറ്റീഷ്യന്റെ സംബന്ധമായ കോഴ്സും മറ്റ് ലാബ് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സും. ബയോളജി സയൻസിന്റെ ഉള്ളിൽ 2 ബ്രാഞ്ചായിട്ട് 30 വീതം 60 കുട്ടികൾ പഠിക്കുന്നതാണ്. ലാബ് ടെക്നീഷ്യൻ സംബന്ധമായ ആ 30 കുട്ടികൾ അടങ്ങുന്ന കുട്ടികളിൽ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോൾ അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മദ്രസയിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മുടെ നെല്ലായ മദ്രസയിൽ അർഷിത എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി അവിടെ ആ
വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ ബയോളജി സയൻസിലെ ആ ബ്രാഞ്ചിലെ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും മതപഠനം ഒരിക്കലും ഭൗതിക പഠനത്തിന് തടസ്സമല്ല എന്ന്. അപ്പൊ 2ാം സ്ഥാനം എന്ന് പറയുന്നത് ഒരു ആകർഷണം. പിന്നെ 1ാം സ്ഥാനം ആയിരിക്കണം. ഒന്നുകിൽ മദ്രസയിൽ നേരത്തെ നിർത്തിയ മുസ്ലിം കുട്ടികളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന മതപഠനം ഇല്ലാത്ത വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കായിരിക്കാം. എന്നാൽ ആ ധാരണയും തെറ്റാണ്. അവിടെ ഈ പ്രാവശ്യം ഈ വിഷയത്തിൽ തന്നെ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പൊട്ടച്ചിറ ഭാഗത്ത് നിന്ന് അവിടുത്തെ ഒരു മദ്രസയിൽ +2 പഠിക്കുകയും ടോപ്പ്ലെസ് നേടുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി തന്നെയാണ് ആ ബാച്ചിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിൽ നിന്ന് വളരെ പകൽ വെളിച്ച പോലെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഒരിക്കലും മതപഠനം എന്ന് പറയുന്നത് ഭൗതിക പഠനത്തിന് തടസ്സമല്ല എന്നുള്ളതാണ്. പിന്നെ സമയമില്ല എന്നതായിരുന്നു. സമയമില്ലായ്മ 24 മണിക്കൂർ തന്നെയാണ് ബാധിച്ചു. ലോകത്ത് ഒരേപോലെ ഒരു അനുഗ്രഹം അള്ളാഹു സമമായി വീതിച്ചു കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ അത് സമയമാണ്. ആ സമയം വിനിയോഗിക്കുന്നതിലുള്ള അതിന്റെ വെടുക്ക് പോലെ ഇരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും കൂടുതൽ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് കൂടി വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു സംഭവമാണ് യുക്തിവാദിയുടെ തലതൊട്ടപ്പനായ ഒരു നേതാവിനോട് ശുഹൈബുൽ ഹൈദരി നടത്തിയ സംവാദം. ആ സംവാദത്തിൽ യുക്തിവാദികളുടെ തലതൊട്ടപ്പനായ ഇംഗ്ലീഷ് പ്രൊഫസർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു ഭീമമായ അബദ്ധം പറഞ്ഞിട്ടുണ്ട്. ആ അബദ്ധം തിരുത്തി കൊടുത്തത് ശുഹൈബുൽ ഹൈദരി എന്ന് പറയുന്ന നബി ദാറുസ്സലാം അറബി കോളേജിൽ മതഭൗതിക സമന്വയ വിദ്യ പഠിച്ച ഒരു പണ്ഡിതനാണ് എന്നുള്ളത് ഇംഗ്ലീഷ് ഗ്രാമറിലെ തെറ്റ് തിരുത്തി കൊടുത്തു, വളരെ മാന്യവും പക്വവുമായ രീതിയിൽ. അത് ഏവരാലും ശ്ലാഘിക്കപ്പെട്ടു, ഏവരാലും അത് പ്രശംസിക്കപ്പെട്ടു. ഇവിടെ ശുഹൈബുൽ ഹൈദരി എന്ന മതപണ്ഡിതന് മതപഠിക്കുന്ന സമയത്ത് വേളയിൽ ഭൗതിക പഠനം തടയപ്പെട്ടിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രൊഫസർക്ക് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയിലെ പിശക് തിരുത്തി കൊടുക്കാൻ ഒരു മതപണ്ഡിതന് സാധ്യമാവുന്നത്? ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒരിക്കലും മതപഠനം എന്ന് പറയുന്നത് ഭൗതിക പഠനത്തിന് തടസ്സമാവുന്നില്ല. കുറെ ഉദാഹരണങ്ങളിലേക്ക് പോവാം. 1990-കളിൽ നമ്മുടെ പഞ്ചായത്തായ നെല്ലായ പഞ്ചായത്തിലെ പ്രശസ്തമായ അമ്പരിയാർമി കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഒരു മതപണ്ഡിതൻ പിന്നീട് ഹയർ സെക്കൻഡറിയിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഒരു പോളിടെക്നിക് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മതപഠനം എന്ന് പറയുന്നത് ഭൗതിക പഠനത്തിന് തടസ്സമാവുന്നത്? ഒരിക്കലും അല്ല എന്നത് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ വെട്ടിവെച്ച് പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ കപിൽ സിബലിനെ പോലെ, അതുപോലെ തന്നെ പി ചിദംബരത്തെ പോലെയുള്ള വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇന്ത്യയിൽ വളരെ അത്യപൂർവമാണ്. അതിൽ ഏറ്റവും ഉഷാറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷിനെ അതിന്റെ ഒറിജിനാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് പറയാവുന്നത് ഡോക്ടർ ശശി തരൂരിനെ. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹം സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി മാറ്റ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ചെടുത്ത സമസ്തയുടെ കീഴിലുള്ള സംവിധാനമായ ദാറുൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ ഒരു മതപണ്ഡിതനാണല്ലോ. എങ്ങനെയാണ് മതപഠനം ഭൗതിക പഠനത്തിന്റെ തടസ്സമായെന്ന് പറയാനാവുന്നു? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു വിഷയം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് കൂടി ഒന്ന് അറിയുന്നതല്ല. ഒരു മനുഷ്യ മനസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.7 കോടി പുസ്തകങ്ങളിലുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരു അത്ഭുതമായ പ്രതിഭാസമാണ് മനുഷ്യന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പൊ കുറെ പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല രക്ഷിതാക്കളോ വിദ്യാർത്ഥികളോ. ഇത് പഠിക്കും തോറും വികസിച്ചു വരികയും വളർന്നു വരികയും തിളങ്ങി വരികയും ചെയ്യുകയാണ് ചെയ്യുക. എന്നതുകൊണ്ട് തന്നെ നാം മതപഠനത്തെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താതെ കണ്ട് എങ്ങനെയെങ്കിലും +2 വരെയുള്ള മതപഠനത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥിനികളെ പറഞ്ഞയക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി കൊണ്ടുപോകേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ മതസ്ഥകളിൽ നിന്നും മറ്റുമൊക്കെ നേരത്തെ പഠിച്ചു പോയ വല്ലാത്തവരും ഏതെല്ലാം തരം അബദ്ധങ്ങളിലാണ് ചാടുന്നത്. ഇതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയുന്നത് ബോധം വന്നതിന് ശേഷം അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം മദ്രസകളിലൂടെ ഉണ്ടാകുമ്പോൾ അത് ഒരു അളവോളം ഖിയാമത്ത് നാളിൽ
തത്വം തന്നെ ചെയ്യും. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ബാധ്യത നിറവേറ്റുക എന്നുള്ള ഉത്തരവാദിത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ബോധം വെച്ചതിന് ശേഷം നമുക്ക് മതപഠനത്തിലേക്ക് വിദ്യാർത്ഥികളെ വിടുകയാണെങ്കിൽ നമുക്ക് കുറെ ഒരളവോളം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. നമ്മുടെ ആളുകളെ നമ്മുമായി ബന്ധപ്പെട്ടവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിക്കും. അപ്രകാരം തന്നെ മറ്റൊരു കോടതി വിധി ഈ കഴിഞ്ഞ മാസം തന്നെ 25-ാം തീയതി വന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ നവംബർ 26 ഭരണഘടനാ നിർമ്മാണം പൂർത്തിയായ ദിവസമാണ് പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിൽ അത് സംബന്ധമായി വന്ന വിധിയും വളരെയധികം പ്രസക്തമായ വളരെയധികം പ്രത്യേകതയുള്ള നാവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ജനാധിപത്യ മതേതരത്വം എന്നുള്ള ഒരു വാക്ക് എടുത്തു മാറ്റണമെന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കക്ഷിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ആ ഒരു ആരോപണങ്ങളെയും ആ ഒരു ആവശ്യങ്ങളെയും തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ മഹത്തായ സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായ We the people of India have solemnly resolved to constitute India into a sovereign socialist secular democratic republic and to secure its all citizens justice, social, economic and political liberty of thought, expression, belief, faith and worship and equality of status and of opportunity and to promote among them all fraternity, assuring the dignity of the individual and individual and the unity and the integrity of the nation in our Constituent Assembly. This 26th day of November 1949 do hereby adopt, enact and give to ourselves this Constitution. എന്ന് പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നു സെക്യുലർ എന്നുള്ള മതം. ഈ സെക്യുലർ എന്ന് പറഞ്ഞ മതത്തിനർത്ഥം മതേതരത്വം എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു മതത്തിനോട് പ്രത്യേക ബന്ധമില്ല, വ്യക്തികൾക്ക് ഏത് മതവും ആകാം എന്നുള്ള ഒരു ആശയം അത് ഭരണഘടനയുടെ ഉള്ളിലുണ്ട്, അന്തർലീനമായി കിടക്കുന്നുണ്ട്. ആമുഖത്തിൽ അതിന്റെ നിർമ്മാണ വേളയിൽ അതില്ലായിരുന്നു. പിന്നീട് 76 42ാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നു. പക്ഷെ അത് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ഈ നവംബർ 25-ന് എല്ലാവിധ അനിശ്ചിതത്വങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് പരമമായ അതിന്റെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഇന്ത്യയുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ആശയമാണ്, അതിനെ എടുത്തു മാറ്റേണ്ടതില്ല. സെക്യുലറിസവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനക്ക് അത് അവിഭാജ്യമായ